ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ സെല് ചെയ്യുകയോ, കുട്ടിയെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനുള്ള പണിഷ്മെൻറ്റാണ്. അത് 10 വർഷത്തെ തടവ് ശിക്ഷയാണ്. ചിലപ്പോൾ അത് ജീവപര്യന്തത്തിലോട്ടും ആവാം, ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റിലോട്ട് വരാം. പിന്നെ സെക്ഷൻ 317 അത് ഈ പറഞ്ഞ പോലെ എക്സ്പോസ്ചർ ആൻഡ് അബാൻഡൻമെൻറ്റ് ഓഫ് ചൈൽഡ് അണ്ടർ 12 years. ഈ പറഞ്ഞ പോലെ അബാൻഡനിങ് അല്ലെങ്കിൽ കുട്ടിയെ ഈ മോശമായിട്ട് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെ കുട്ടിയെ അബാൻഡൻ ചെയ്യുന്നത്, അതിന് ഈ പറഞ്ഞത് 7 വർഷത്തെ തടവ് ശിക്ഷ അല്ലെങ്കിൽ ഫൈന് അല്ലെങ്കിൽ രണ്ടും ആവും. പിന്നെ സെക്ഷൻ 72 പ്രകാരം സെല്ലിംഗ് മൈനർ ഫോർ പർപ്പസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. അപ്പോൾ ഈവൻ ഇഫ് നോട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ദിസ് സെക്ഷൻ ക്യാൻ ബി അപ്ലൈഡ് ഇഫ് എ മൈനർ ഈ സോൾഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് അൺലോഫുള്ളി. നിയമവിരുദ്ധമായിട്ട് ഈ കുട്ടിയെ കടത്താനും നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ 10 വർഷത്തെ തടവ് ശിക്ഷയും ഫൈനും ആയിരിക്കും. ഇനി സെക്ഷൻ 34 പ്രകാരം ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ. ഇപ്പോൾ ഏതൊരു കോമൺ ഇൻറ്റൻഷൻ വേണ്ടി ഈ പറഞ്ഞ പോലെ പേരൻസ് ഇൻവോൾവ് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് കൂട്ടർക്കും അച്ഛനും അമ്മയ്ക്കും ഇതിനകത്ത് ശിക്ഷയ്ക്ക് പങ്കുണ്ട്. ഇനി ജുവനൈൽ ജസ്റ്റിസ് കെയർ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്ഷൻ 18 പറഞ്ഞ സെയിൽ ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഫോർ എനി പർപ്പസ്. ഏതെങ്കിലും പർപ്പസിന് വേണ്ടി കുട്ടിയെ വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്നതിന് ഈ പറഞ്ഞ പോലെ അതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും ഫൈൻ അപ് ടു 1 lakh അല്ലെങ്കിൽ അതിൻ്റെ 1 ലക്ഷം രൂപ പിഴയുമായിരിക്കും. മുകളിൽ പറഞ്ഞ അതേ ഇംപ്രസൺമെൻറ്റ് തന്നെ, പിന്നെ അതിനകത്ത് ഫൈൻ്റെ കാര്യം കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. സെക്ഷൻ 81 എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ ചൈൽഡ് ഫോർ അഡോപ്ഷൻ ഓർ അതർ അൺലോഫുൾ പർപ്പസ്. ഈ പറഞ്ഞ പോലെ കുട്ടിയെ ദുരുപയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പർപ്പസിന് വേണ്ടി കുട്ടിയെ ഉപയോഗം ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കോർട്ട് പ്രോസസ്സ് അനുസരിച്ചല്ലാതെ, ഇപ്പോൾ കോടതി വിധി മാനിക്കാതെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞ പോലെ 5 വർഷത്തെ തടവ് ശിക്ഷ, ഈ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ പിഴയുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരും കണ്ടതിന് താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക.